ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇതിന് 2 പാർട്ടാണുള്ളത്. പാർട്ട് 1 വരുന്നത് ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് 2 ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ടോട്ടൽ 3 hours ഡ്യൂറേഷനാണുള്ളത്. നമുക്ക് ഫസ്റ്റ് ഇലക്ട്രിക്കലിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത് വരുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പാർട്ട് എയിൽ വരുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ 4 ohm റെസിസ്റ്റർ. 4 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ നമ്മൾ ബൈ യൂസിങ് കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു സോഴ്സാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അറിയണം. അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്യൂട്ട് ആദ്യം നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരണം. ഈ സർക്യൂട്ട് സോൾവ് ചെയ്ത് കറണ്ട് ഫ്രം ദ സോഴ്സ്, അതായത് ടോട്ടൽ കറണ്ട് ഫ്രം ദ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, പാരലൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പാരലൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാരലൽ റെസിസ്റ്റൻസ് 3 റെസിസ്റ്റൻസ് പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും 2 റെസിസ്റ്റൻസ് പാരലായിട്ട് ആദ്യം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഇക്വലൻസ് എടുക്കുക. ദെൻ അടുത്ത റെസിസ്റ്റൻസും വീണ്ടും പാരലായിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ടോട്ടൽ ഒരുമിച്ച് തന്നെ നമുക്ക് പാരലൽ കോമ്പിനേഷനായിട്ട് എടുത്ത് നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് 3 ohmഉം 5 ohm പാരലായിട്ട് കൺസിഡർ ചെയ്തു. ദെൻ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എഗെയിൻ പാരലൽ വിത്ത് 4 ohm റെസിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4 ohmiൽ കൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ആ കോമ്പിനേഷൻ വീണ്ടും 4 ohmഉം ജസ്റ്റ് 4 ohm പാരലൽ ടു 1.875 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് അതും കൂടെ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ ഇക്വലൻ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൾറെഡി നമുക്കറിയാം 2 ohm സീരീസ് വിത്ത് 0.1 ohm ആണ്. ദെൻ അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഏതിൻ്റെ കോമ്പിനേഷൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിലുള്ള കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നു. ദെൻ നമുക്ക് അറിയാം കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അപ് ടു P' എന്ന് പറയുന്ന പോയിൻ്റ്, ഈ ഫിഗറിനകത്ത് P' എന്ന് പറയുന്ന പോയിൻ്റ് വരെയും ടോട്ടൽ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് ഫ്രം ദ സോഴ്സ്. ഓക്കെ, ഈ P' എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ സർക്യൂട്ടിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 പാർട്ട്, ഒന്ന് 4 ohmiൽ കൂടെയും പോകാൻ ചാൻസ് ഉണ്ട്, കുറച്ച് കറണ്ട് ഏതിൽ കൂടെയും പോകാം, ഈ 1.875 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെയും പോകാം. അപ്പോൾ നമുക്ക് അറിയാം അവിടെ നിന്നാണ് നമ്മൾ കറണ്ട് ഡിവൈഡിങ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കറണ്ട് ഡിവൈഡിങ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറിയാം. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏത് ബ്രാഞ്ചിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ അതർ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, അതാണ് കറണ്ട് ഡിവൈഡിങ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് ഡിവൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 4 ohmiൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദി ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് 3 ohm ആൻഡ് 5 ohm, അതാണ് അതർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതർ റെസിസ്റ്റൻസ് എടുക്കുക. ടോട്ടൽ കറണ്ട് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ദാറ്റ് ഈസ് 4 പ്ലസ് ദാറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 3 ohm ആൻഡ് 5 ohm. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും 4 ohmiൽ കൂടെ പോകുന്നത്. അത് നേരെ മറിച്ച് നമുക്ക് I2 രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, തിരിച്ച് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് മൈനസ് ഇപ്പോൾ നമുക്ക് കിട്ടിയ കറണ്ട് മൈനസ് ചെയ്താലും കിട്ടും ആൻസർ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പാർട്ട് എയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി RMS ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് എ പ്യുവർലി സിൻസോയിഡൽ കറണ്ട് ഹാവിങ് എ പീക്ക് വാല്യൂ ഓഫ് 15 ampere. അപ്പോൾ ഇതിൻ്റെ RMS വാല്യൂയും ആവറേജ് വാല്യൂയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ പ്യുവർ സിൻസോയിഡൽ വേവ് ആണ്. അപ്പോൾ ഒരു പ്യുവർ സിൻസോയിഡൽ വേവിൻ്റെ ഇക്വേഷൻ, ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അറിയാം. Vm sin θ അല്ലെങ്കിൽ Im sin θ ആണ്. സോ ഇവിടെ നമുക്ക് കറണ്ട് വേവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് I = Im sin θ എന്ന് എടുക്കാം. അല്ലെങ്കിൽ തീറ്റയ്ക്ക് പകരം എന്തായിരിക്കും ωt എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൾറെഡി ഇതിൻ്റെ ഡെറിവേഷനെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. RMS വാല്യൂൻ്റെയും ആവറേജ് വാല്യൂൻ്റെയും. സൈൻ വേവ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കില്ല, ഹാഫ് സൈക്കിൾ മാത്രമേ ആവറേജ് വാല്യൂവിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. കാരണം അറിയാം, കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എന്തായിപ്പോവും, 0 ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ഹാഫ് സൈക്കിൾ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നതും എന്ത് എടുക്കത്തുള്ളൂ, 0 to π മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2Im/π ആണ് നമുക്ക് കിട്ടുന്നത് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2Im/π എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് 15 ആംപിയർ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്, Im ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2/π എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് 0.63 ആയിട്ട് കിട്ടുന്നത്. സോ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.637 ടൈംസ് ഓഫ് പീക്ക് വാല്യൂ ആണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 9.55 ആംപിയർ ആണ്. അതുപോലെ RMS വാല്യൂൻ്റെ ഇക്വേഷൻ നമ്മൾ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ്, IRMS = Im/√2 ആണ്. സോ Im/√2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 0.707 ആണ് 1/√2ൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ 0.707 × 15 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് AC ഫണ്ടമെൻ്റൽസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അത് റെക്റ്റാങ്കിൾ ഫോമിലാണ് തന്നിരിക്കുന്നത്. 80+j60 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ദെൻ അതിനകത്ത് കൂടെ പോകുന്ന ആ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. -4+j10 എന്നുള്ളതാണ് ആംപിയർ ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ദ റെക്റ്റാങ്കുലർ ആൻഡ് പോളാർ ഫോം. അപ്പോൾ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കുക. ആൻഡ് ആൾസോ ഡിറ്റർമിൻ എക്സ് ഈസ് ഇൻഡക്റ്റീവ്, അതായത് എക്സ് എന്ന് പറയുന്ന റിയാക്റ്റൻസ് ഇൻഡക്റ്റീവ് ആണോ കപ്പാസിറ്റീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് അറിയാം, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ ആദ്യം ഇതിപ്പോൾ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ഫോമാണ്, അതിനെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ നമുക്കറിയാം എന്താണ് ഇംപിഡൻസ് എന്ന് പറയുന്നത് V/I ആണ് AC-യിൽ. അതുവഴി നമുക്ക് എന്ത് ചെയ്യുക, ഇംപിഡൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇംപിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇംപിഡൻസും നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ഫോമിലും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോളാർ ഫോമിൽ തന്നെ ഇംപിഡൻസ് കിട്ടും. അപ്പോൾ പോളാർ ഫോമിൽ ഇംപിഡൻസ് കിട്ടുമ്പോൾ അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ എന്നുള്ളതാണ് പോളാർ ഫോമിൽ വരുന്നത്. റെക്റ്റാങ്കിൾ ഫോമിലാണെങ്കിൽ ഒരു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ ഇപ്പോൾ റെക്റ്റാങ്കിൾ ഫോമിലാണെങ്കിൽ ഒരു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇമാജിനറി പാർട്ടിൽ നമുക്ക് എപ്പോഴും കാണേണ്ടത് ഇമാജിനറി പാർട്ടിൽ വരുന്നതാണ് എക്സ് എന്ന് പറയുന്നത്, അതായത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ റെക്റ്റാങ്കിൾ ഫോമിനകത്ത് അത് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അവിടെ വരുന്നതെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് പ്ലസ് ആണ് വരുന്നതെങ്കിൽ, അതായത് റിയാക്റ്റീവ് പാർട്ട് ഇമാജിനറി പാർട്ട് പ്ലസ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതുമാത്രമല്ല ഇതിനകത്ത് നിന്ന് പവർ ഫാക്ടറോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ പവർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എക്സിൻ്റെ നേച്ചർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് ഫോമിലും റെക്റ്റാങ്കിൾ ഫോമിലും പോളാർ ഫോമിലും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, derive the relation between the line and phase value of voltage in a 3-phase star connected system. അപ്പോൾ നമുക്കറിയാം 3 ഫേസിൽ വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ് നമുക്ക് നിലവിലുള്ളത്, സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ കണക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, എന്താണ് ലൈൻ വോൾട്ടേജ്, എന്താണ് ഫേസ് വോൾട്ടേജ് എന്നൊക്കെ പറയാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് 3 ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഫേസിൻ്റെ ഒരു ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ, ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 വൈൻഡിങ്സ് നമ്മൾ വരയ്ക്കും. ഈ 3 വൈൻഡിങ്സിൻ്റെയും ഒരേ എൻഡ്, സിമിലർ എൻഡ് നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് ന്യൂട്രൽ, അതറിയാം.
ഈ സിമിലർ എൻഡ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കണക്ഷൻ കിട്ടുന്നത്? സ്റ്റാർ കണക്ഷൻ കിട്ടുന്നത്. നേരെ മറിച്ച് ഡിസിമിലർ എൻഡാണ്, സിമിലർ എൻഡ് അല്ല, ഡിസിമിലർ എൻഡ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതൊരു ഡെൽറ്റ കണക്ഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ RYB 3 ഫേസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ വൈൻഡിങ്സ് വെച്ച് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമൺ പോയിൻ്റ് നമ്മൾ ന്യൂട്രലായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഫേസ്. അപ്പോൾ R ഫേസ് ഉണ്ട്, Y ഫേസ് ഉണ്ട്, B ഫേസ് ഉണ്ട്. ഇനി എന്താണ് ഫേസ് വോൾട്ടേജ് എന്ന് വെച്ചാൽ നോക്കാം. നമുക്ക് ഒരു ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും VR, VY, VB എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഫേസ് വോൾട്ടേജായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് 3 ലൈൻസാണ് നമുക്ക് ആ സർക്യൂട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ RYB എന്ന് പറയുന്ന 3 ലൈൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും Rനും Yക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് ബിറ്റ്വീൻ 2 ലൈൻസ്, 2 ലൈൻസിനിടയ്ക്കുള്ള വോൾട്ടേജിനെയാണ് നമുക്ക് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് VRY അല്ലെങ്കിൽ VYB അല്ലെങ്കിൽ BR. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെയാണ് ഇവിടെ റിലേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഫേസിൽ കൂടെയും വരുന്ന കറണ്ട്, അതായത് R ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ടായാലും Y ഫേസിലെ കറണ്ടായാലും B ഫേസിലെ കറണ്ടായാലും ഈ കറണ്ടുകളെല്ലാം തന്നെ അതാത് ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. R എന്ന് പറയുന്ന ആ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിനകത്ത് ഈ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്ന് പറയുന്നത് സെയിം ആണ്. എന്നാൽ എന്ത് സെയിം അല്ല? വോൾട്ടേജുകൾ സെയിം അല്ല. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം അല്ല. അപ്പോൾ അത് തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 3 ഫേസിനകത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ 3 ഫേസ് വരയ്ക്കുന്ന സമയത്ത് 3 ഫേസിനകത്ത് നമ്മൾ ഫേസർ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം 3 വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും? 120 ഡിഗ്രി അപ്പാർട്ട് വരയ്ക്കും. അപ്പോൾ ഇവിടെ കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് എല്ലാം എന്ത് ചെയ്യും? ഓരോ വോൾട്ടേജിനും ഇതായിട്ട് തന്നെ ലാഗ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? IR, IY, IB എന്ന് പറയുന്ന 3 കറണ്ടും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് 2 ലൈനിനിടയ്ക്കുള്ള റിസൾട്ടൻ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ RYU ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ 2 ഫേസിനും ഇടയ്ക്കുള്ള ലൈൻസിനിടയ്ക്കുള്ള വോൾട്ടേജ്. അപ്പോൾ VRY എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ റിസൾട്ടൻ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ റിസൾട്ടൻ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ള പോലെ പാരലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ, 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എന്താണ് 2 വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എയും ബിയും 2 വെക്ടർ ആണെങ്കിൽ എന്താണ് √A² + B² + 2AB cos θ എന്ന് പറയുന്ന ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്കും ബിക്കും പകരം എന്തായിരിക്കും? VRO, VYO, VBO ഏതാണോ നമ്മുടെ റിസൾട്ടൻ്റ് എടുക്കുന്നത് അത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ജസ്റ്റ് എന്തായിരിക്കും? ഇത് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യും? 120 ഡിഗ്രി അപ്പാർട്ട് ആയതുകൊണ്ട് ഇതിനെ നേരെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിനെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യും. അതായത് നമ്മുടെ ആംഗിൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് <90 ഡിഗ്രിയിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പാരലോഗ്രാം മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ബൈപ്പാസ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരുന്നത്. അങ്ങനെ നമുക്ക് ഇതിൽ ഓരോ VR, VY, VB എന്ന് പറയുന്ന 3 ഫേസിലെയും വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? V ഫേസ് ഒന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഫേസ് വോൾട്ടേജ് ആയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫേസ് വോൾട്ടേജിൻ്റെ ഇത് വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. അതെന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിനകത്ത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഒരു √3യുടെ ബന്ധമുണ്ട്. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഇതിൽ സെയിം ആയിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസനാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിൻ്റെ നോട്ടെല്ലാം കിടപ്പുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിസത്തിൽ വരുമ്പോൾ ഉള്ള വേർഡ്സ് ആണ് ഈ പറഞ്ഞ പോലെ കറണ്ടിന് പകരം അത് ഇതായിട്ട് മാറും, മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് മാറും. EMF എന്ന് പറയുന്നതിന് പകരം അവിടെ MMF ആയിട്ട് മാറും. ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ നേരെ മാഗ്നറ്റിസത്തിൽ വരുമ്പോൾ അതെന്തായിട്ട് മാറും? റിലക്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് എന്ന് പറയുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റിവിറ്റിക്ക് പകരം ഇതിനകത്ത് മാഗ്നറ്റിസത്തിൽ വരുമ്പം എന്താണ് വരുന്നത്? റിലക്റ്റിവിറ്റി എന്ന് പറയുന്ന ടേംസാണ് വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻസും യൂണിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്.
മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് അബൌട്ട് 14 ഡിഫറൻസസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ കറണ്ടായിട്ട് ആണ് ഈക്വേറ്റ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നതാണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ബൈ റിലക്റ്റൻസ്. കറണ്ടിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ബൈ റെസിസ്റ്റൻസ്. അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്ന റിലക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. റിലക്റ്റൻസ് ഈസ് വിച്ച് ഓപ്പോസിറ്റ്സ് ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിസം ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി conductor, length of the magnetic circuit divided by mu into area. Resistance is given by rho L by A, where rho is the resistivity of the material, L is the length of the conductor, and A is the area. Variance is the inverse of the reluctance. So നമ്മൾ റെസിസ്റ്റിവിറ്റിയെ കണ്ടക്റ്റൻസിൻ്റെ എങ്ങനെ ഇൻവേഴ്സ് ആവുമോ അതേ കണക്ക് reluctance is the inverse of permeance. Fourth point എന്ന് പറയുന്നത് the closed path followed by the flux in the magnetic circuit. Next, electric circuit current flows the closed path. So electric circuit current flow ആവുന്ന closed pathലാണ്, magnetic circuit closed pathലാണ് magnetic flux flow ആവുന്നത്. Fifth point, unit of flux is Weber in magnetic circuit and unit of current is ampere in electric circuit. Point number 6, magnetomotive force in the magnetic circuit is the driving force and is measured in ampere turns. And in electric circuit, electromotive force is the driving force in the electric circuit and is measured in volts. 7th point, reluctance opposes the flow of magnetic flux, that is S equal to 1 by A into mu and is measured in ampere turns per Weber. Resistance opposes the flow of current R equal to rho L by A and is measured in ohms. 8th point, reluctivity, and in electric circuit it is resistivity. 9th point is molecular poles are aligned. The flux does not flow but sets up in the magnetic circuit. And in electric circuit, electric current flows in the form of electrons. 10th point, for magnetic flux there is no perfect insulator. It can be set up even in the non-magnetic materials like air, rubber, glass, etc. Whereas for an electric circuit, there are a large number of perfect insulators like glass, air, rubber, PVC, and synthetic resin, which do not allow it to flow through them. 11th point is the reluctance of a magnetic circuit is not constant. Rather, it varies with the value of B, that is flux density. In electric circuit, the resistance R of an electric circuit is almost constant as its value depends upon the value of rho. The value of resistivity rho and R can change slightly if the change in temperature takes place. 12th point, once the magnetic flux sets up in a magnetic circuit, no energy is expanded. Only a small amount of energy is required at the initial stage to create flux in the circuit. Energy is expanding. In electric circuit, energy is expanding continuously as long as the current flows through the electric circuit. This energy is dissipated in the form of heat. 13th point, in magnetic circuit, Kirchhoff flux and magnetomotive force law is followed in the magnetic circuit. In electric circuit, Kirchhoff voltage law and current law is followed, that is KVL and KCL.
14th point. Magnetic lines of flux start from the north pole and ends at the south pole, whereas electric lines of current starts from the positive charge and ends on the negative charge. അങ്ങനെ പാർട്ട് എയിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ട് 20 മാർക്സ് ആണ് ടോട്ടൽ മാർക്സ് വരുന്നത്. ഇനി നമുക്ക് പാർട്ട് ബിയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. യൂസിങ് നോഡൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദ നോഡൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് അപ്ലൈങ് നോഡൽ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോഡൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ നമുക്കറിയാം. ക്രിച്ച് ഓഫ് കറണ്ട് ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ആദ്യം എത്ര നോട്ട്സ് ഉണ്ടെന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്യുക. നോട്ട്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇതിനകത്ത് വരുന്നത് 2 നോഡാണ്. ഒരു നോഡ്, അതായത് മൂന്നാമത്തെ നോഡെന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് നോഡായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കുക, നോഡ് 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ നോഡ് 1 വരുന്ന കറണ്ടുകൾ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നോഡ് 1 3 കറണ്ടാണ് അവിടെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറണ്ട് ഫസ്റ്റ് I1 എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു, ഈ നോഡ് 1 വരുന്നു. ആ കറണ്ട് എന്ത് ചെയ്യുന്നു, വേറെ 2 ബ്രാഞ്ചിലോട്ടായിട്ട് പോകുന്നു. I2 I3 ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ KCL അപ്ലൈ ആണെങ്കിൽ നമുക്കറിയാം I1 എന്തായിരിക്കും, I2 + I3 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് I1ൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ വരുമെന്ന്, വിത്ത് റെഫറൻസ് വോൾട്ടേജ്, നോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലെ വോൾട്ടേജ് V1 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ I1 എന്ന് പറയുന്നത് V1 ആ ഫസ്റ്റ് നോഡിലോട്ട് പോകുന്നതായിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, അതിനനുസരിച്ച് ഇക്വേഷൻ മാറും, ബട്ട് ഫൈനൽ ആൻസർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യാത്തില്ല. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നോഡിലോട്ട് കറണ്ട് പോകുന്നത് കാരണം എന്താണ്, നമ്മുടെ വോൾട്ടേജ് സോഴ്സ് 10 വോൾട്ട് എന്ന് പറയുന്ന സോഴ്സാണ് ഹയർ എന്നുള്ളതാണ് അതിൻ്റെ അസംഷൻ. കാരണം നമുക്ക് എപ്പോഴും അറിയാം, കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ എടുത്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് 10 വോൾട്ടാണ് ഇവിടെ ഹയറായിട്ട് ഞാൻ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 10 - V1 എന്നാണ് വരുന്നത്. 10 - V1 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 Ohm ആണ്. സോ I1 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 10 - V1/2 ആണ്. ഇനി നേരെ മറിച്ച് I2ൻ്റെ ഇക്വേഷൻ വരുമ്പോൾ, I2 എന്ന് പറയുമ്പോൾ അവിടുത്തെ റെഫറൻസ് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക. ആ നോഡ് ഫസ്റ്റ് നോഡാണ്. സോ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 ആണ്. ദെൻ I2 പോകുന്ന ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക, അതും 1 Ohm ആണ്. സോ V1/1 എന്ന് പറയുന്നതാണ് I2. ഇനി I3യുടെ ഇക്വേഷൻ വരുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡിനും സെക്കൻഡ് നോഡിനും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്, 3 വോൾട്ടിൻ്റെ ഒരു സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് I3 എന്ന് പറയുന്ന ഇത് കറണ്ട് നോക്കുകയാണെങ്കിൽ I3യുടെ ഇത് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത്, ഇവിടുത്തെ 2 നോഡ് മാത്രമേ ഉള്ളൂമായിരുന്നെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് എടുത്തതിനെ, V1 - V2. എന്തുകൊണ്ട് V1 - V2 എന്ന് എടുത്തു കഴിഞ്ഞാൽ, കാര്യം നമ്മൾ V1 എന്ന് ആണ് ഹയറായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത്. കാരണം എന്താണ്, ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലോട്ട് കറണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് കറണ്ട് പോകുന്നു. സോ V1 ഈസ് ഹയർ ദാൻ V2. അതാണ് നമ്മുടെ ഇവിടുത്തെ അസംഷൻ. അതുകൊണ്ടാണ് നമ്മൾ V1 - V2 എന്ന് എടുത്തത്. ഇപ്പോൾ ഇവിടെ ഒരു സോഴ്സും കൂടെ വന്നത് കാരണം എന്തും കൂടെ എടുക്കണം, ആ സോഴ്സും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക, ആ സോഴ്സിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് പ്ലസ് നിന്ന് നെഗറ്റീവിലോട്ടാണ് നമ്മൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് DK ഇൻ സോഴ്സിൽ DK ആണ് വരുന്നത്. നേരെ മറിച്ച് തിരിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെ, റൈസ് ഇൻ വോൾട്ടേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേനെ. ഇപ്പോൾ ഇവിടെ DK ഇൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത് കാരണം V1 - 3 - V2 ആണ് നമ്മൾ വോൾട്ടേജ് ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ആ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, 4 ആയിട്ട് എടുക്കുക. സോ അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് V1ൻ്റെയും V2ൻ്റെയും ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് 7V1 - V2 = 23 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഈ പറഞ്ഞ നമ്മുടെ ബേസിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ നോഡ് എടുക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ നോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, രണ്ടാമത്തെ നോഡിലോട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I3 ആണ്. അത് ഏതൊക്കെ ബ്രാഞ്ച് വഴി പോകുന്നുണ്ട്, I5 ആയിട്ടും I4 ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ I3യുടെ ഇക്വേഷൻ ആൾറെഡി നമ്മളിപ്പോൾ മുമ്പേ എഴുതി കഴിഞ്ഞു. ഇനി I4ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അവിടുത്തെ രണ്ടാമത്തെ നോഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് നമ്മൾ V2 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ V2/2 എന്ന് പറയുന്നതാണ്
I4ൻ്റെ ഇക്വേഷൻ. ദെൻ I5ൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക. I5 ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ V2 പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ടാണ് സോഴ്സിൽ 5 വോൾട്ട് സോഴ്സിൽ കറണ്ട് ഡയറക്ഷൻ വരുന്നത് റൈസിൻ പൊട്ടൻഷ്യലാണ് വരുന്നത്. സോ നമ്മൾ അവിടെ എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? V2 + 5 വോൾട്ട് എന്നാണ് നമ്മളവിടെ എടുക്കേണ്ടത്. അപ്പോൾ ആ ബ്രാഞ്ച് I5 എന്ന് പറയുന്ന കറണ്ട് പോകുന്ന ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് 3 ഓം ആണ്. സോ നമ്മൾ അവിടെ എടുക്കുമ്പോൾ I5ൻ്റെ ഇക്വേഷനായിട്ട് എടുക്കേണ്ടത് V2 + 5/3 എന്ന് പറയുന്നതായിരിക്കണം I5 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് I3 = എന്താണ്? I4 + I5 ആണ്. ഇവിടെയും നമ്മൾ ഇത് വോൾട്ടേജിൻ്റെ ടേംസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് അവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന I3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതുപോലെ I4ൻ്റെ ഇക്വേഷൻ ആൾറെഡി അറിയാം, I5ൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ V1ൻ്റെയും V2ൻ്റെയും ടേംസിലൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് V1 വോൾട്ടേജ് V2ൻ്റെ വോൾട്ടേജും കിട്ടി. ആ V1ൻ്റെയും V2ൻ്റെയും വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ബ്രാഞ്ചിലെയും തന്നെ കറണ്ടുകൾ കിട്ടും. അപ്പോൾ ഇനി ഈവൻ ഏതെങ്കിലും നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് ഏതെങ്കിലും കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും ഇല്ല, നമ്മൾ എടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ എടുത്ത ഡയറക്ഷൻ തിരിഞ്ഞു പോയതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത് എന്ന് പറഞ്ഞ് മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും മാറില്ല. അപ്പോൾ അതിൻ്റെ ആക്ച്വലി കറണ്ട് പോകുന്നത് എന്തായിരിക്കും? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ തന്നെ നമുക്ക് ഓപ്ഷണൽ പാർട്ടായിട്ടുള്ള 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് 2 പാർട്ടുണ്ട്. അത് ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രിച്ചോഫ്സ് ലോ. അപ്പോൾ ക്രിച്ചോഫ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ലോയും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻസും അതിനകത്ത് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കറിയാം 2 ലോയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ എഴുതണം. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസും അതിനകത്ത് എഴുതണം. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് ലോസ് എന്നാണ്. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കിർച്ചോഫ്സ് ലോസ് ആർ മോർ കോംപ്രിഹെൻസീവ് ദെൻ ഓംസ് ലോ ആൻഡ് ആർ യൂസ്ഡ് ഫോർ സോൾവിങ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സ് വിച്ച് മേ നോട്ട് ബി റെഡിലി സോൾവ്ഡ് ബൈ ഓംസ് ലോ. സോ നമ്മൾക്ക് ഓംസ് ലോയെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത സർക്യൂട്ട്സിന് നമ്മൾ കിർച്ചോഫ് ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതാണ്. കിർച്ചോഫ്സ് ലോസ് 2 in number are particularly useful in determining the equivalent resistance of a complicated network of conductors and for calculating the currents flowing in the various conductors. The 2 laws are Kirchhoff's point law or current law. So first law എന്ന് പറയുന്നത് കിർച്ചോഫ് കറണ്ട് ലോ ആണ്. ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിൻ്റെ നമ്മൾ കറണ്ടും വോൾട്ടേജും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കിർച്ചോഫ് ലോ. So first law states that in an electrical network, the algebraic sum of the currents meeting at a point or junction is 0. So put in another way, it simply means that the total current entering a junction is equal to the total current leaving a junction. It is obviously true because there is no accumulation of charge at the junction of the network. Consider the case of a few conductors meeting at a point A as in figure A. So ഈ എക്സാമ്പിൾ നോക്കിയാൽ ഇത് ഒരു പോയിന്റ് എയിൽ I1 എൻ്റർ ആവുന്നു, അതേപോലെ I2, I3, I5 എക്സിറ്റ് ആവുന്നു. സോ I1 എൻ്റർ ആവുന്നു, I1ഉം I4ഉം എൻ്റർ ആവുന്ന സ്ഥലത്ത് I2, I3, I5 എക്സിറ്റ് ആവുന്നു. സോ ഇതിൻ്റെ ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ I4 + I1 = I2 + I3 + I5 ആണ്.
So some conductors have currents leading to point A, whereas some have currents leading away from point A. Assuming the incoming currents to be positive and the outgoing currents negative, we have I1 plus of minus I2 plus of minus I3 plus of plus I4 plus of minus I5 equal to 0. So ഇത് ബേസിക് എന്ന് പറഞ്ഞാൽ കറണ്ട്സ് എൻറ്ററിങ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുന്ന അതേ കണക്ക് കറണ്ട്സ് ലീവിങ് ദ ജംഗ്ഷന് നമ്മൾ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നു. സോ ഇതിനെ നമ്മൾ മൈനസ് സൈൻ ബ്രാക്കറ്റിനകത്ത് എടുക്കുമ്പോൾ സോ ഈക്വേഷൻ I1 plus I4 minus I2 minus I3 minus I5 equal to 0. So simply പറയുകയാണെങ്കിൽ ഇൻകമിങ് കറണ്ട്സ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്സ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് മെഷ് ലോ ഓർ വോൾട്ടേജ് ലോ ആണ്. So it states that the algebraic sum of the products of currents and resistances in each of the conductors in any closed path or mesh in a network plus the algebraic sum of the EMFs in that path is 0. സോ ഈ മെഷ് ലോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ എന്ന് പറയുന്ന ഒരു ലൂപ്പിൽ എടുക്കുന്നതാണ്. ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ ആ ലൂപ്പിനകത്ത് വരുന്ന വോൾട്ടേജിന് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്സിന് ഈക്വൽ ആണെന്നാണ് അത് പറയുന്നത്. സോ ദ algebraic sum of the EMFs in that path is 0. So in other words, sigma IR, sum of IR equal to sum of EMF equal to 0. So sum of potential drops plus sum of EMF equal to 0 around a mesh. So it should be noted that the algebraic sum of the sum is the sum of which takes into account the polarities of the voltage drops. So ഇത് നമ്മളൊരു സർക്യൂട്ട് എടുത്തിരിക്കുകയാണ്. സോ അതിൽ നമ്മൾ ഒരു നോഡ് എടുത്തിട്ട് ഇത് രണ്ട് നോഡാണ്, നോഡ് 1 നോഡ് 2 എന്ന് വിചാരിക്കുക, ഇതൊരു റെഫറൻസ് നോഡെന്ന് വിചാരിക്കുക. സോ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ലൂപ്പും എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കറണ്ട് ലോ എടുത്താൽ ഈ നോഡിൽ സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈക്വൽ ടു സം ഓഫ് കറണ്ട്സ് ലീവിങ് എ ജംഗ്ഷൻ. സോ ഇതാണ് രണ്ടാമത്തെ നോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സി ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലൂപ്പിൽ നമ്മൾ സം ഓഫ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്സും വോൾട്ടേജസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ലൂപ്പിനകത്ത് വരുന്ന ടോട്ടൽ വോൾട്ടേജ് 0 ആണ്. സോ ഇതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ if we start from a particular junction and go around the mesh till we come back to the starting point, then we must be at the same potential with which we started. Hence, it means that all the sources of EMF met on the way must necessarily be equal to the voltage drops in the resistances, every voltage being given its proper sign plus or minus. So നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്സിൽ എടുത്താലും അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എടുത്താലും ആ പൊട്ടൻഷ്യൽ ഡ്രോപ്സിൽ എടുക്കുന്നത് മൈനസ് ടു പ്ലസ് പോകുന്നത് പ്ലസ് സൈൻ ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ. അതേ കണക്ക് പ്ലസ് ടു മൈനസ് വരുന്നത് അത് ഒരു ഡ്രോപ്പാണ്. സോ പൊട്ടൻഷ്യൽ റേസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈൻ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. സോ ഇതാണ് കിർച്ചോഫ് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. ആൻഡ് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിനകത്തൊരു ഗാൽവനോമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗാൽവനോമീറ്റർ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഇതിനകത്ത് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ഇതാണ് നമ്മുടെ പ്രോബ്ലം തന്നിരിക്കുന്നത്. ഒരു 2 വോൾട്ട് സോഴ്സ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു ബ്രിഡ്ജാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ആ ബ്രിഡ്ജിൽ നമ്മൾ ആ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഞാൻ താഴോട്ട് വരച്ചിട്ടുണ്ട്, റീഡ്രോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റീഡ്രോ ചെയ്ത് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, 3 ലൂപ്പുള്ള ഒരു സർക്യൂട്ടായിട്ട് അതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് അനാലിസിസ് വഴി എന്ത് ചെയ്യുക ചെയ്തേക്കുന്നത്, ഓരോ മെഷിലെയും കറണ്ട് കണ്ടുപിടിക്കുക. കറണ്ട് കണ്ടുപിടിച്ച് ഇപ്പോൾ നമ്മൾ 3 മെഷായിട്ട് എടുത്തിട്ടുണ്ട്, I1 I2 I3 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മെഷിലെയും കറണ്ട് കണ്ടുപിടിക്കുകയാണ് ബൈ യൂസിങ് ഏത് ലോയാണ്, കിർച്ചോഫ് KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ബേസിക് ഇക്വേഷൻസ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫസ്റ്റ് മെഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മെഷിൽ വരുന്ന 2 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓമും
3 ഓമോ ആണ് ഫസ്റ്റ് മെഷിനകത്ത് വരുന്നത്. അപ്പോൾ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മെഷ് എടുത്തുകൊണ്ട് I1 റെഫറൻസ് ആണ്. സോ ഫസ്റ്റ് 2 ഇൻറ്റു I1 മൈനസ് I2 ആണ് ഏതെന്ന് പറയുന്നത് ഫസ്റ്റ് മെഷിൽ കൂടെ പോകുന്ന ഫസ്റ്റ് മെഷിൽ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട്. അതുപോലെ 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആണെങ്കിലോ 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 മൈനസ് I3 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ എന്തായിരിക്കും? 2 ഇൻറ്റു I1 മൈനസ് I2 പ്ലസ് 3 ഇൻറ്റു I1 മൈനസ് I3 ഈസ് ഈക്വൽ ടു ദെൻ അവിടുത്തെ വോൾട്ടേജ് എന്താണ്? ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റൈസിൻ വോൾട്ടേജ് ആണ്. സോ പ്ലസ് 2 ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇനി അടുത്ത രണ്ടാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ, രണ്ടാമത്തെ മെഷിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മെഷിനകത്ത് നമുക്ക് അറിയാൻ പറ്റും അവിടെ വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെ വരുന്ന റെസിസ്റ്റൻസ്, രണ്ടാമത്തെ സോഴ്സിൽ വരുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അതൊന്ന് നോക്കാം. രണ്ടാമത്തെ മെഷിൽ വരുമ്പോൾ 3 റെസിസ്റ്റൻസ് ആണ് മെഷിനകത്ത് വരുന്നത്. ഒരു 1 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്, ഒരു 2 ഓം ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ മെഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ കറണ്ട് I2 ആണ് റെഫറൻസ് കറണ്ടായിട്ട് എടുത്തേക്കുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ I2 ദെൻ 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? I2 മൈനസ് I3 ദെൻ അഗൈൻ 2 ഓമിൽ കൂടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായിട്ട് എടുക്കണം? I2 മൈനസ് I1 ആയിട്ട് വേണം എടുക്കാൻ. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് അവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിട്ട് എടുക്കാം. ഇനി മൂന്നാമത്തെ മെഷ് വരുമ്പോഴും മൂന്നാമത്തെ മെഷിനകത്തും എന്തുണ്ട്? 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു 2 ഓം ഉണ്ട്, ഒരു 4 ഓം ഉണ്ട്, ഒരു 3 ഓം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ മെഷ് ആയതുകൊണ്ട് തന്നെ I3 ആണ് റെഫറൻസ്. സോ നമുക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ I3 മൈനസ് I2 ആയിരിക്കും എടുക്കുന്നത്. നേരെ മറിച്ച് 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ടാണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? I3 മൈനസ് I1 ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻ നമുക്ക് കിട്ടും. I1 I2 I3യുടെ ടേംസിൽ 3 ഇക്വേഷൻ കിട്ടും. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 മെഷിലെയും കറണ്ട് I1 I2 I3 എന്നുള്ളത് കറണ്ട് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. സോ നമുക്ക് എന്ത് ചെയ്യുക? കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ കറണ്ട് ത്രൂ ദ 4 ഓം റെസിസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ത്രൂ ദി ഗാൽവനോമീറ്ററും സെയിം ആയിരിക്കും. സോ നമുക്കറിയാം കറണ്ട് ത്രൂ ദി 4 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ I2 മൈനസ് I3 അതായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത്? കറണ്ട് ത്രൂ ദി 4 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത്. സെയിം കറണ്ട് തന്നെയായിരിക്കും ഏതും ചെയ്യുന്നത്? ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്നത്. സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അതിനകത്ത് അത് ലോ ആയിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് എല്ലാം എഴുതുക. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഒരു എക്സ്പ്ലനേഷൻ കൂടെ അതിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷൻ എഴുതുക. d5/dt എന്നുള്ള -(n)(d5/dt എന്നുള്ള ഇക്വേഷൻസ് എഴുതുക. മൈനസ് വന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുക. ഇനി ഈ ഫസ്റ്റ് ലോ states that whenever the magnetic flux linked with a circuit changes, an EMF is always induced in it. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സിൽ നമ്മൾ അതിൽ മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ആവുമെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ അതല്ലാതെ വേറൊരു രീതിയിലും നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. വെനെവർ എ കണ്ടക്ടർ കട്ട്സ്
magnetic flux, an EMF is induced in that conductor. So ഇത് Faraday's first law ആണ്. Faraday's first law of electromagnetic induction. Faraday's second law state ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ the magnitude of the induced EMF is equal to the rate of change of flux linkages. So ഈ ഫസ്റ്റ് ലോയുടെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കേജസിൻ്റെ ചേഞ്ചസ്. നമ്മളിപ്പോൾ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഫ്ലക്സ് കട്ടാവും. സോ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ടി ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം വേറൊരു ഫ്ലക്സ് ആണ് അതിൽ വരുന്നത്. സോ ഫ്ലക്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. സോ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫ്ലക്സിൻ്റെ ചേഞ്ചസിനനുസരിച്ചായിരിക്കും അതിൽ ഇൻഡ്യൂസ് ആവുന്നത്. So explanation: suppose a coil has n turns and flux through it changes from an initial value of phi1 Webers to the final value of phi2 Webers in time t seconds. Then, remembering that by flux linkages mean the product of number of turns and the flux linked with the coil, we have initial flux linkages equal to n phi1 and final flux linkages equal to n phi2. സോ നമ്മൾ ഫസ്റ്റ് ഈ കണ്ടക്ടർ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലക്സ് ലിങ്കേജ് ഇനീഷ്യൽ തുടക്കത്തിൽ ഫ്ലക്സ് ലിങ്കേജിൻ്റെ വാല്യൂ n ഇൻറ്റു 5 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, ആൻഡ് അത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതേ കണക്ക് ഫ്ലക്സ് phi2 എന്ന് പറയുന്നത് ഫൈനൽ ഫ്ലക്സ് ആണ്. സോ അത് ഫൈനൽ ഫ്ലക്സ് ലിങ്കേജസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n ഇൻറ്റു phi2 എന്നാണ്. സോ therefore induced EMF E equal to n into phi2 minus n into phi1 divided by time t. സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. n into phi2 minus n into phi1 divided by time t. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർസ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ വോൾട്ട് ആണ്. സോ n ന്യൂമറേറ്ററിൽ n കോമൺ ഫാക്ടറാണ്. n പുറത്തെടുത്ത് phi2 minus phi1 by t വോൾട്ട്. സോ ഈ ഇക്വേഷനെ നമുക്ക് ഡിഫറൻസ് ഇൻ ഫ്ലക്സ് ലിങ്കേജിന് നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാൻ പറ്റും. സോ ഇ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഇൻറ്റു n ഇൻറ്റു 5. സോ ഇവിടെ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഇൻഡ്യൂസ് ആവുന്ന ഇ എം എഫ് അതിനെ കോസ് ചെയ്യുന്നതിനെ തന്നെ അതിന് എന്താണ് ഒരു ഓപ്പോസിഷൻ ഓപ്പോസിങ് ഫോഴ്സ് ഫോം ആവും. സോ അതിനുവേണ്ടി നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കുകയാണ്. A minus sign is given to the right hand side expression to signify the fact that the induced EMF sets up current in such a direction that the magnetic effect produced by it opposes the very cause producing it. So അത് ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നത് ഒരു കറണ്ട് സെറ്റപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെ തന്നെ ഓപ്പോസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് നമ്മളൊരു മൈനസ് സൈൻ ഇവിടെ കിടക്കുകയാണ്. സോ ഈ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് പറയാം അത്. സോ അതെന്താണെന്ന് വെച്ചാൽ, ദ ഫീൽഡ് കോയിൽസ് ഓഫ് എ 6-pole DC generator each having 500 turns connected in series, and when the field is excited there is a magnetic flux of 0.02 Weber per pole. If the field circuit is opened in 0.02 second and residual magnetism is 0.002 Weber per pole, then the average voltage which is induced across the field terminals in which the direction in this voltage directed relative to the direction of the current will be as given below. സോ ഇതിൽ ഗിവൺ ആണ്. ഇതിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 500 ആണ്. അത് 6 പോൾ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ബൈ 6 ചെയ്യുന്നു. സോ 6 പോൾ ഇൻറ്റു 500 ഈക്വൽ ടു 3000 ടേൺസ് ആണ്. ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 6 പോൾ ഇൻറ്റു 0.02 വെബേഴ്സ്, സോ 0.12 വെബർ ആണ്. ടോട്ടൽ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 0.002 Webers. So that is equal to 0.012 Webers. So next, change in flux d phi equal to 0.12
So that is change in flux എന്ന് പറയുന്നത് 0.12 minus 0.012. That is equal to 0.108 Weber. So time of opening the circuit dt equal to 0.02 second. So ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് GMF equal to n into d5 by dt volt, that is equal to 3000 into 0.108 by 0.02. So that is equal to 16,200 volts. So direction of this induced EMF is same as the initial direction of the exciting current. Next question number 8 ആണ്. So 8B 6 മാർക്സിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സോ ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഒരു തിയറി ആയിട്ട് എഴുതണം, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം. പിന്നെ അതിന് ശേഷമുള്ള സെൻറ്റൻസസ് എന്ന് പറയുന്നത് അതിന് ഇൻഡ്യൂസ്ഡ് EMFന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A conductor of length 0.5 meter moves in a uniform magnetic field of flux density 1.1 Tesla at a velocity of 30 meters per second. Calculate the EMF induced in the conductor if the direction of motion of the conductor is inclined at 60 degree to the direction of field. So നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് നോക്കാം. So induced EMF can be either dynamically induced or statically induced. So in the first case, the field is stationary and the conductors cut across it. So first dynamically ആണെങ്കിൽ എന്താണ്, ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും, കണ്ടക്ടർ റിവോൾവിംഗ് ആയിരിക്കും, റൊട്ടേറ്റിംഗ് ആയിരിക്കും. സോ അത് ഫീൽഡിനെ കട്ട് ചെയ്യുന്നതായിരിക്കും. ഇൻ ദ സെക്കൻഡ് കേസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, ഫ്ലക്സ് റൊട്ടേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലക്സ് കണ്ടക്ടറിനെ കട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഡയഗ്രാമും ഇത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMFനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L മീറ്റർ ലൈയിങ് വിത്തിൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി B വെബർ പെർ മീറ്റർ സ്ക്വയർ. സോ ഈ മാഗ്നറ്റ് കാണിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിൻ്റെ നടുക്ക് ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോയിൽ കാണിച്ചിരിക്കുകയാണ്. സോ ഈ വൺ സിംഗിൾ കോയിൽ റൊട്ടേറ്റ് ആവുന്നതാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ബൾബൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ആവുമ്പോൾ അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്, ഇത് ഡൈനാമിക് ആണ്. സോ ഇത് കണ്ടക്ടർ റൊട്ടേറ്റ് ആവുന്നു, അതുകൊണ്ട് ഫ്ലക്സ് കട്ടാവുന്നു. സോ അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്ത ഒരു ഫിഗറുണ്ട്. സോ അത് മൂവ് ആവുന്ന ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി DX. സോ DT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം DTക്ക് അനുസരിച്ച് അതിൻ്റെ ഡിസ്റ്റൻസ് കവർ ആവുന്ന DX എന്ന് വിചാരിക്കുക. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോസ് എ കണ്ടക്ടർ മൂവ്, സോ അത് എടുക്കുന്ന ആംഗിളും തീറ്റയാണ്. സോ ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫിഗർ എഴുതിയിട്ടുണ്ട്. The area swept by the conductor equal to L into X dx. Hence flux cut by the conductor equal to flux density into area. That is equal to B into L into dx Weber according to Faraday's law. The induced EMF in the conductor is given by E equal to rate of change of flux linkages, that is equal to B into L into dx by dt. That is B into L into V volt, where V equal to dx by dt, that is equal to velocity. Thus dynamically induced EMF E equal to BLV volt. If the conductor moves at an angle theta to the direction of the flux, the induced EMF is given by E equal to BLV sin theta volt. So ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സോ ഈ EMFൻ്റെ ഇക്വേഷൻ ആണ്. സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് statically induced EMF. Statically induced EMF may be of two types. So further subcategories ഉണ്ട് statically induced EMFന്. ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ self-induced EMF and second one is mutually induced EMF. A self-induced EMF and self-inductance.
This is the EMF induced in the coil due to the change of its own flux linked with it. So ഇവിടെ നമ്മൾ ഒരു സിംഗിൾ കോയിൽ ഉണ്ട്. സോ അതിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന സെൽഫായിട്ട് ഇൻഡ്യൂസ് ആവുന്ന EMF ആണ്. സോ ഇതിൽ കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ആവുമ്പോൾ അതിൽ ലിങ്ക് ആവുന്ന ഫ്ലക്സിന്റെ വാല്യൂ ചേഞ്ച് ആവും. So അതാണ് self-induced EMF. As the current in the coil changes due to the change in the applied voltage V, flux linking with the coil also changes, producing an EMF. So ഇത് ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. സോ ഈ വോൾട്ടേജ് സോഴ്സ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ നമ്മൾ മാറ്റും തോറും കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ആവും. സോ അതിനനുസരിച്ച് ഈ റെസിസ്റ്റൻസിൽ കൂടെ പാസ്സാവുന്ന കറണ്ട് ചേഞ്ച് ആവുമ്പോൾ അതിൽ ലിങ്ക് ആവുന്ന ഫ്ലക്സും ചേഞ്ച് ആവും. സോ ഇതിന് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. സോ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ദിസ് ഇസ് കോൾഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. As per Lenz's law, the direction of induced EMF is such as to oppose any change in flux that is opposing the flux producing it. Hence, it is often referred to as counter EMF or self-induction. The property of the coil which opposes any change of current or flux through it is called self-inductance, and it is denoted by letter L. Next, mutually induced EMF. The phenomenon of generation of induced EMF in a circuit by changing the current in the neighboring circuit is called mutual induction. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. സോ നമ്മൾ സെയിം നേരത്തെ കാണിച്ച ഫിഗർ തന്നെ നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ അതിൽ നമ്മൾ ഫ്യൂ ടേൺസ് ഓഫ് തിക്ക് കോപ്പർ വയർ കണക്ട് ചെയ്തിരിക്കുന്ന ഇമാജിൻ ചെയ്യാം. സോ നമ്മൾ ഇവിടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് ചേഞ്ച് ആവും. കറണ്ട് ചേഞ്ച് ആവുമ്പോൾ തൊട്ടിപ്പുറത്ത് മ്യൂച്വലി കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ കറണ്ട് ചേഞ്ച് ആവും. കറണ്ട് ചേഞ്ച് ആവുമ്പോൾ അതിൽ ഇൻഡ്യൂസ് ആവുന്ന ഫ്ലക്സ് ചേഞ്ച് ആവും. സോ ഇതിന് ഫ്ലക്സും ചേഞ്ച് ആവും, അതിനനുസരിച്ച് EMFും ചേഞ്ച് ആവും. സോ ഇത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. സോ if there are two coils P and S close to each other, then any change of current in coil P results in mutually induced EMF in coil S. So ഇവിടെ എന്തെങ്കിലും ഒരു കോയിൽ പിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ കോയിൽ എസിലും മാറ്റങ്ങൾ ഉണ്ടാവും. Thus two coils are mutually coupled. Any change in current I1 of coil P causes changing flux to link with both the coils. The EMF induced in coil P forms the self-induced EMF, while EMF induced in coil S forms the mutually induced EMF. So next, coil in which change in current takes place is usually called the primary, while the other coil is called the secondary. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളത് പ്രൈമറി എന്ന് വിചാരിക്കുക, റൈറ്റ് സൈഡിലുള്ളത് സെക്കൻഡറി എന്ന് വിചാരിക്കാം. So next, mutual inductance between two coils is the property by which change in current in one coil primary induces voltage in the other coil secondary. സോ നമ്മൾ ഫസ്റ്റ് ഏതിലാണോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അത് പ്രൈമറി എന്നാണ് വിളിക്കുന്നതെന്നാണ് ഈ സെൻറ്റൻസ് മെൻഷൻ ചെയ്യുന്നത്. സോ ഈ കോയിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ നെക്സ്റ്റ് അതിൽ മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കോയിലിൽ വ്യത്യാസങ്ങളുണ്ടാവും. സോ ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും ഡെഫിനിഷൻ. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ മൂവിങ് ദറ്റ് ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ. ഇത് ഗിവൺ ഡേറ്റ് ആണ്, പ്രോബ്ലത്തിലുള്ളതാണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു 1.1 ടെസ്ല. വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ 30 meters per second. EMF induced in the conductor if the direction of motion of the conductor is inclined at 60 degree to the direction of the field. So theta എന്ന് പറയുന്നത് 60 degree ആണ്. Is given by the formula induced EMF is E equal to BLV sin theta volts. സോ നേരത്തെ നമ്മൾ ഒരു EMFന്റെ ഇക്വേഷൻ വായിച്ചായിരുന്നു, അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ given flux density B equal to 1.1 Tesla, length of conductor L equal to 0.5 meter, velocity V equal to 30 meters per second, angle of inclination theta equal to 60 degree. സോ ഇതെല്ലാം വാല്യൂസും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുകയാണ്. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 9th ക്വസ്റ്റ്യനും 2 പാർട്ടുണ്ട്. അതിൻ്റെ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവ് ദ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ ഓഫ് എ പ്യുവർലി സിൻസോയിഡൽ വേവ്. അപ്പോൾ സിൻസോയിഡൽ വേവിൻ്റെ
പീക്ക് ഫാക്ടർ കണ്ടുപിടിക്കണം, ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ, ഫോം ഫാക്ടറും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൈൻ വേവ് വരയ്ക്കുക, അതിൻ്റെ സൈക്കിളും അതിൻ്റെ മാക്സിമം വാല്യൂം എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്, പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ, ഇതെല്ലാം തന്നെ ഒന്നാണ്. അതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ ആണ്. നമുക്കറിയാം ഒരു സൈൻ വേവിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ബൈ √2 IM/√2 ആണ്, അല്ലെങ്കിൽ VM/√2 ആണെന്നറിയാം. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ നമുക്ക് കിട്ടും. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1.41, അതായത് √2 ആണ് കിട്ടുന്നത്. ദെൻ ഫോം ഫാക്ടർ എന്ന് നമുക്ക് അറിയാം, ഫോം ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ അറിയാം, RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. നമ്മൾ സിൻസൈഡൽ വേവിൻ്റെ RMS വാല്യൂയും ആവറേജ് വാല്യൂയും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം എപ്പോഴും AC ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, 1.11. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കും, പ്രൂവ് ഫോം ഫാക്ടർ ഓഫ് ഇത് AC സിൻസൈഡൽ 1.11 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേഷൻസ് എഴുതി വേണം നമ്മളത് ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ്റെ B പാർട്ട് എന്ന് പറയുന്നത് അവിടെ അതൊരു പ്രോബ്ലമാണ്. കറണ്ട് വേവ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 കമ്പോണൻറ്റ്സ്, 5 ampere DC component and a 50 Hz AC component, and which is a sinusoidal wave with a peak value of 5 ampere. Sketch the resultant waveform and determine its RMS and average values. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം നോർമലി ഒരു സിനുസോയ്ഡൽ വേവ് 5 ആംപിയർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും, കറണ്ട് ആണെങ്കിൽ I = 5 sin θ അല്ലെങ്കിൽ sin ωt എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു AC കമ്പോണൻറ്റ് ആഡഡ് വിത്ത് DC കമ്പോണൻറ്റ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വേവ് ഫോം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, നോർമൽ DCയുടെ വേവ് ഫോമും നമുക്കറിയാം, നോർമൽ ACയുടെ വേവ് ഫോമും അറിയാം. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന വേവ് ഫോം എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വേവ് ഫോം ഞാൻ സൊല്യൂഷനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് ആകുമ്പോൾ എന്തായിട്ട് മാറും, DC കമ്പോണൻറ്റും കൂടെ ഇതിനകത്ത് ആഡായി വരും. സോ I = എന്ത് വരും, 5 + 5 sin θ എന്നുള്ളതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നോർമലി അറിയാം RMS വാല്യൂ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അറിയാം. അവിടെ ആ ഇക്വേഷന് എന്ത് കൊടുക്കുക, നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയ ഇക്വേഷൻ കൊടുക്കുക, 5 + 5 sin θ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ 5 + 5 sin θ എന്നുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ലിമിറ്റ് 0 to 2π ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ RMS വാല്യൂവും ആവറേജ് വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തേർഡായിട്ട് കംപ്ലീറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് വരുന്ന സമയത്ത് ബാക്കി സൈൻ്റെയും കോസിൻ്റെയും കമ്പോണൻ്റ് എല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. സോ ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് 6.12 ആംപിയർ ആയിട്ട് നമുക്ക് കിട്ടും ചെയ്ത് കഴിയും. ഓക്കെ, മോഡ്യൂൾ 3യുടെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഡ്രോ ദ പവർ ട്രയാങ്കിൾ ആൻഡ് ഡിഫൈൻ ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരൻറ്റ് പവർ ഇൻ എൻ AC സർക്യൂട്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് അതിൻ്റെ പാർട്ടായിട്ട്. 2 coil A and B are connected in series across a 240 volt 50 Hz supply. The resistance of coil A is 5 ohm and the inductance of B is 0.015 Henry. If the input from the supply is 3 kilowatts and the 2 kVAr, and find the inductance of coil A and the resistance of coil B, and also calculate the voltage across each coil. അപ്പോൾ ഇതിനകത്ത് ഒരു തിയറി പാർട്ടും ചോദിക്കുന്നുണ്ട്, ഒരു പ്രോബ്ലവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തിയറി പാർട്ടിനകത്ത് വരുന്നത് ഒരു പവർ ട്രയാങ്കിൾ വരയ്ക്കാനാണ്. പവർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് പവർ വെച്ചിട്ട്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ, ഇത് വെച്ച് വരയ്ക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ PQS എന്നുള്ള ലെറ്റേഴ്സ്, അതിൻ്റെ യൂണിറ്റ് വാട്ട്സ്, അല്ലെങ്കിൽ കിലോ വാട്ട്സ്, VAR വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, അതുപോലെ തന്നെ വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA, ഇതാണ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കുന്ന ട്രയാങ്കിളാണ് പവർ ട്രയാങ്കിൾ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 2 കോയിലുണ്ട്. അപ്പോൾ കോയിലിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആ കോയിലിന് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് 240 ആണ്. അതുപോലെ ഇൻപുട്ട് കൊടുക്കുന്ന പവർ, അതായത് ആക്റ്റീവ് പവർ തന്നിട്ടുണ്ട്, റിയാക്റ്റീവ് പവർ തന്നിട്ടുണ്ട്. ദെൻ ഈ കോയിലിലേക്ക് കൊടുക്കുന്ന, ഈ കോയിലിൻ്റെ തന്നെ ഫസ്റ്റ് കോയിലിൻ്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, സെക്കൻഡ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം ഇതിൽ നോക്കാം. ബാക്കി ഇതിൻ്റെ ഡെഫിനിഷൻ എല്ലാം ഇതിൻ്റെ തിയറി പാർട്ട് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ്, ഗിവൺ ഡേറ്റാസ് എല്ലാം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഗിവൺ ഡേറ്റാസ് നമുക്ക് എടുത്ത് എഴുതുക. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
അപ്പം നമുക്ക് ഇത് തന്നിരിക്കുന്ന രണ്ട് പവർ, ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും. അപ്പോൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് പവർ കൺസ്യൂംഡ് ബൈ ദ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്ന പവറും. ഈ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് പവർ കൺസ്യൂംഡ് ബൈ ദ റിയാക്റ്റൻസ്, അതായത് എക്സ് കൊണ്ടുണ്ടാകുന്ന പവറുമാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് നമുക്ക് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ബി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയാക്റ്റൻസ് ഓഫ് കോയിൽ ബി കണ്ടുപിടിക്കാം. എന്താണ്? എൽ ഒമേഗ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എൽ ഒമേഗ വെച്ച് കണ്ടു കഴിഞ്ഞ് നമുക്കതുപോലെ ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അപ്പാരൻറ്റ് പവർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് √P² + Q² ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പാരൻറ്റ് പവർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അപ്പാരൻറ്റ് പവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജും അറിയാം, അപ്പാരൻറ്റ് പവറും അറിയാമെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ടിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സീരീസ് സർക്യൂട്ടാണ്. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്കറിയാം ആക്റ്റീവ് പവറിൻ്റെയും റിയാക്റ്റീവ് പവറിൻ്റെയും ഇക്വേഷൻസ് നമുക്കറിയാം. നോർമലി പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I²R എന്ന് പറയുന്നത് പോലെ റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? I² ടോട്ടൽ റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ഇതുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് എയും ഉണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ബിയും ഉണ്ട്. നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ബി ആണ് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ആക്റ്റീവ് പവർ P = I² RA + RB ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് RA അറിയാം, I ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, P തന്നിട്ടുണ്ട്. അപ്പോൾ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് മാത്രമാണ്. സോ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RB കിട്ടും. അപ്പോൾ RBയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി ഇത് സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എ ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യമേ റിയാക്റ്റൻസ് ഓഫ് കോയിൽ ബി കണ്ടുപിടിച്ചു. നേരത്തെ നമ്മൾ ചെയ്ത സിമിലർ ഇക്വേഷൻ പോലെ I² then XA + XB എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ഓഫ് കോയിൽ എ പ്ലസ് റിയാക്റ്റൻസ് ഓഫ് കോയിൽ ബി. അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റൻസ് ഓഫ് കോയിൽ എ കിട്ടും. റിയാക്റ്റൻസ് ഓഫ് കോയിൽ എ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം, L × ഒമേഗയാണ്. സോ ആ L എന്ന് പറയുന്നത് നമുക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻഡക്റ്റൻസ് ആയിരിക്കും? കോയിൽ എയുടെ ഇൻഡക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോയിൽ എയുടെ ഇൻഡക്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കപ്പോൾ ഓരോ കോയിൽ എയുടെയും കോയിൽ ബിയുടെയും തന്നെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു സെപ്പറേറ്റ്. ഇനി നമുക്ക് കോയിൽ ZA എന്ന് പറയുന്നത് കോയിൽ എയുടെ ടോട്ടൽ ഇമ്പിഡൻസും ZB എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസുമാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം റെസിസ്റ്റൻസും റിയാക്റ്റൻസും എല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ്, ഓരോ കോയിലിലും ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജാണ്. അപ്പോൾ നമുക്ക് നോർമലി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് I × R എന്ന് പറയുന്നത് പോലെ എ സിയിൽ വരുമ്പോൾ എന്തായിരിക്കും? I × Z എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയത് കാരണം എന്തായിരിക്കും? Z എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കോയിൽ എ എന്ന് പറയുന്ന കോയിലിൻ്റെ Z എടുത്തു കഴിഞ്ഞാൽ I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വോൾട്ടേജ് അക്രോസ് ദ കോയിൽ എയും. ദെൻ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലിൻ്റെ ഇമ്പിഡൻസ് ആണ് നമ്മൾ വിത്ത് കറണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് VB എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് വോൾട്ടേജ് അക്രോസ് കോയിൽ ബി. അങ്ങനെ നമുക്ക് രണ്ടിൻ്റെയും വോൾട്ടേജും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മോഡ്യൂൾ 3 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. എ ബാലൻസ്ഡ് 3-phase ലോഡ് കൺസിസ്റ്റ് ഓഫ് 3 കോയിൽസ് ഈച്ച് ഹാവിംഗ് റെസിസ്റ്റൻസ് 4 ohm ആൻഡ് ഇൻഡക്റ്റൻസ് 0.02 Henry and it is connected to a 415 volt 50 Hz 3-phase AC supply and determine the phase voltage, phase current, power factor and active power when the loads are connected in star and delta. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ ഡേറ്റാസ് എല്ലാം ഒന്ന് എടുത്തെഴുതുക. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ്, ഓരോ കോയിലിൻ്റെയും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്റ്റൻസ് അറിയാമെങ്കിൽ നമുക്കറിയാം, റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഈ റിയാക്റ്റൻസും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഫേസിൻ്റെയാണ്. സോ നമുക്ക് ഒരു ഫേസിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ R+jX എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫേസിൻ്റെയും എന്ത് കിട്ടും? ഇമ്പിഡൻസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് കണ്ടീഷനാണ് 3 ഫേസിൽ വരുന്നത്, ഒന്നുകിൽ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ കണക്ഷനിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർ കണക്ഷനകത്ത് ഈ പറഞ്ഞ പോലെ കറണ്ട് രണ്ടും സെയിമാണ്, ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിമാണ്. അവിടെ വ്യത്യാസം വരുന്നത് എന്താണ്? വോൾട്ടേജുകൾ തമ്മിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് തന്നിക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ ലൈൻ വാല്യൂസ് ആണ്. അപ്പോൾ ആ ലൈൻ വാല്യൂസിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഫേസ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് തന്നിക്കുന്ന ഇമ്പിഡൻസ് പെർ ഫേസ് ഇമ്പിഡൻസ് ആണ്.
അപ്പോൾ പെർ ഫേസ് ഇമ്പിഡൻസ് ആയതുകൊണ്ട് നമ്മൾ വോൾട്ടേജും എന്ത് തന്നെ എടുക്കണം, പെർ ഫേസ് വോൾട്ടേജ് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കറണ്ട് ഫേസ് കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫേസ് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം VL/√3 ലൈൻ വാല്യൂ √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ദെൻ ഫേസ് കറണ്ട്, ഒരു ഫേസിലെ കറണ്ട് കണ്ടുപിടിക്കാൻ ആ ഫേസിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആ ഫേസിലെ തന്നെ ഇമ്പിഡൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടും. അതുപോലെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് അറിയാം. ഇമ്പിഡൻസിൽ അറിയാമെങ്കിൽ cos φ R/Z, അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇത് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ φ എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അപ്പോൾ R/Z എന്ന് പറയുമ്പോൾ അത് കിട്ടും. അപ്പോൾ നോർമലി ഇത് ലാഗിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3 × VL/IL cos φ. അപ്പോൾ √3 × VL/IL cos φ ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇൻ 3 ഫേസ്. സോ അതിൽ നിന്ന് നമുക്ക് എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും, ആക്റ്റീവ് പവർ കിട്ടും. അഥവാ ഇനി റിയാക്റ്റീവ് പവർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, √3 × VL/IL sin φ ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഡെൽറ്റ കണക്ഷനിൽ വരുമ്പോൾ നമുക്കറിയാം വോൾട്ടേജുകൾ സെയിം ആണ്, ലൈൻ വാല്യൂവും ഫേസ് വോൾട്ടേജും സെയിം ആണ്. അപ്പോൾ അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, കറണ്ടുകളാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ കറണ്ട് ഡിഫറൻസ് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമുക്കിപ്പോൾ തന്നിക്കുന്ന 415 എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് വോൾട്ടേജ് തന്നെയായിരിക്കും, ലൈൻ വോൾട്ടേജാണ് തന്നിക്കുന്നതെങ്കിലും ഫേസ് വോൾട്ടേജും സെയിം ആയിരിക്കും ഡെൽറ്റ കണക്ഷനിൽ വരുമ്പോൾ. സോ V ഫേസ് എന്ന് പറയുന്ന വാല്യൂ 415 ആവും. അതുപോലെ Z ഫേസ് ആൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. Z ഫേസ് മീൻസ് ഇമ്പിഡൻസ് പവർ ഫേസ് വാല്യൂ ഫേസ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫേസ് കറണ്ട് കണ്ടുപിടിക്കും. ഫേസ് കറണ്ട് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ലൈൻ കറണ്ട് √3 ടൈംസ് ഫേസ് കറണ്ടാണ്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ അവിടെയും കിട്ടുന്നു. cos φ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ്. ദെൻ ഇവിടെയും ആക്റ്റീവ് പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, √3 × VL/IL cos φ. അങ്ങനെ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അതിനകത്ത് വാട്ട്സിലും എഴുതാം, അല്ലെങ്കിൽ കിലോ വാട്ട്സിലും എഴുതാം. അങ്ങനെ നമ്മുടെ പാർട്ട് 1, അതായത് ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രോബ്ലം ചെയ്ത അതിൻ്റെ ആൻസേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.